എന്തോ മോനെ ബുദ്ധിമുട്ടിക്കുന്ന പോലെ വല്ലാത്തൊരു കുറ്റബോധം തോന്നിയുണ്ടോ? അയ്യേ ഇല്ല, എനിക്കിന്ന് ജോലിയുടെ ടെൻഷനൊന്നും ഇല്ലമ്മേ. ഒരു 1 hour കൊണ്ടൊക്കെ എന്ത് സംഭവിക്കാനാ? 1 hour? 1 മണിക്കൂർ ഇരിക്കാനുള്ള തീരുമാനത്തിലാണോ വന്നിരിക്കുന്നത്? എന്താ അമ്മ ആലോചിക്കുന്നത്? ഒന്നുമില്ല മോനെ. ആ 1 മണിക്കൂർ നേരത്തില് മോന്റെ ബിസിനസ്സിൽ എന്തെങ്കിലും ലോസ് വന്നാലോ? അതുകൊണ്ടാ മോൻ പോയി ജോലി നോക്കിക്കോന്ന് പറഞ്ഞത്. എന്താ 1 മണിക്കൂറിൽ എന്റെ ബിസിനസ് ലോസ് ആവുന്ന? അങ്ങനൊന്നും സംഭവിക്കില്ലമ്മേ. ഞാൻ എല്ലാം നോക്കാൻ ആൾക്കാരെ വെച്ചിട്ടുണ്ട്. അവരെല്ലാം കൃത്യമായിട്ട് ആ ജോലി ചെയ്തോളൂ. മുത്തശ്ശിക്ക് ഇപ്പൊ എന്താ പറ്റിയേ? അങ്കിള് ഫ്രീ ആന്ന് പറഞ്ഞത് കേട്ടില്ലേ? അമ്മ വരട്ടെ, അങ്കിളിനെ കണ്ട് സംസാരിക്കട്ടെ. വാ അങ്കിൾ, അകത്തേക്ക് പോവാ. കവിൻ, നീ എന്താ ഇങ്ങനെ നിക്കുന്നേ? നീ എല്ലാം മറന്ന് എന്റെ ഫ്രണ്ട് ആവടാ. വാ അകത്തേക്ക് പോവാ. ഞാൻ വന്നോളാം, നീ പോ. കവിൻ, ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ശരി, വിട്ടുകളച്ചാ. മുത്തശ്ശി താക്കോലുതാ. വാ അങ്കിൾ. എന്റെ ഈശ്വര, ഞാനിപ്പോ എന്താ ചെയ്യാ? അമ്മേ, എന്തേത്? കവിന്റെ അച്ഛന്റെ കൂടെയാണോ വന്നത്? എന്താ കാര്യം? ഞാൻ കവിനെ മാത്രം ആ വീട്ടിലോട്ട് വിളിച്ചോണ്ട് വരാന്ന് വിചാരിച്ചെ. കൂടെ അവന്റെ അച്ഛനും വന്നിരിക്കുക. അതാ ഞാൻ അന്തം വിട്ടു നിൽക്കുന്നത്. അയാള് വന്നേല് അമ്മയ്ക്ക് എന്താ കുഴപ്പം? അല്ല, വീട്ടില് ഗസ്റ്റ് വന്നിരിക്കല്ലേ, അവർക്ക് എന്തേലും ഉണ്ടാക്കി കൊടുക്കണമല്ലോ. പെട്ടെന്നല്ലേ കേറി വന്നത്. അതാ എന്റെ വിഷമെന്ന് ഞാൻ നിന്നോട് പറയാൻ വന്നതാ. അങ്കിൾ വാ, ഇരിക്ക്. കവിൻ, നീയും ഇരിക്ക്. അങ്കിൾ, ഞാൻ ഇപ്പൊ വരാവേ. എന്തിനാണ് മോഹം മുറിപ്പിച്ചിരിക്കുന്നേ? ഒന്ന് ചിരിക്കട്ടെ. മതിയോ? ഏലും നല്ല ചിരിക്കാതിരിക്കുന്നത്. വിജിയാണല്ലോ വിളിക്കുന്നത്. ഒരു പക്ഷെ വരില്ല എന്ന് പറയാനായിരിക്കും. എന്ന് രക്ഷപ്പെട്ടു. എന്നെ വിജി, നിനക്ക് കടയിൽ ജോലി തിരക്കാ? നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. നീ വീട്ടിലേക്ക് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ ഞാൻ നോക്കിക്കോളാം. നീ നിന്റെ ജോലി നോക്കമ്മേ. നിക്ക്, ഞാനിപ്പോ വരുന്നില്ല നമ്മോട് പറഞ്ഞു. എന്തൊക്കെയാ ഈ വിളിച്ചു പറയുന്നേ? അല്ല, അത് പിന്നെ ഞാൻ പറയുന്ന ആദ്യം ഒന്ന് കേക്ക്. എന്താന്ന് പറ. വീട്ടിൽ വന്നിട്ടുള്ളവർക്ക് സ്വീറ്റ് എന്തെങ്കിലും കൊടുക്കമ്മേ. എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വെച്ചാ അതിനുള്ള സാധനങ്ങളൊന്നും വീട്ടിലില്ല. ഇറങ്ങുമ്പോഴേ ഞാൻ കിച്ചണിൽ ശ്രദ്ധിച്ചതാ. വേണ്ട സാധനങ്ങളൊക്കെ കാലിയായിരിക്കാം. ഞാൻ അതൊക്കെ മേടിച്ചിട്ട് വേഗം അങ്ങോട്ട് വന്നേക്കാം. അതുവരയ്ക്കും കവിന്റെ അച്ഛനോട് അമ്മ സംസാരിച്ചോണ്ടിരിക്കാം. ശരി ശരി, നീ അതൊക്കെ വാങ്ങിയിട്ട് മെല്ലെ വന്നാ മതി. അല്ല, വന്നില്ലേലും കുഴപ്പമില്ല. ഞാൻ വീട്ടിലുള്ള എന്തേലും വെച്ച് ദോശയോ ചമ്മന്തിയോ എന്തേലും ഉണ്ടാക്കി കൊടുത്തോളാം. അത് കഴിച്ച് അവര് വേഗം പോവുമല്ലോ. അമ്മ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നേ? ഞാൻ വരുന്നതിൽ അമ്മയ്ക്ക് എന്താ പ്രശ്നം? വരാൻ പാടില്ലെന്ന പോലെയാണല്ലോ പറയുന്നത്. അതുകൊണ്ടൊന്നല്ല മോളെ, അദ്ദേഹം വേഗം പോണോന്നാ എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാ, എന്തോ ജോലിയുണ്ട് പോലും. ഓ, ജോലിയുണ്ടോ? ശരി, എന്നാ ഞാൻ വേഗം വന്നേക്കാം. ഓക്കെ. എന്റെ ദൈവമേ, വേഗം വരുന്നോ? ഇവിടെ ഞാൻ ഇനി എന്ത് പറഞ്ഞാ മനസ്സിലാക്കുക? എന്താ അമ്മേ, അമ്മ ലൈനിലുണ്ടോ? ഉണ്ട്. നീ മെല്ലെ വാ, ഞാൻ അവർക്ക് ചായയൊക്കെ കൊടുത്ത് സംസാരിച്ചോണ്ടിരിക്കാം. ശരി, വെയിറ്റ് ചെയ്യാൻ പറയാമേ, ഞാൻ വന്നേക്കാം. ശരി. ഇന്ന് കവിന്റെ അച്ഛനെ ഞാൻ കണ്ടേ തീരും. എന്നാ കോളായി.
നിന്ന സ്ഥലത്തൊരു കുഴി ഉണ്ടെന്ന് പറഞ്ഞതാ. അമ്മ എന്താ ഇപ്പൊ ഒരു ബന്ധമില്ലാതെ സംസാരിച്ചോണ്ടിരിക്കുന്ന? ഓ ഞാൻ വരാം, ഫോണ് വെക്കും. അയ്യോ, ഇനിയിപ്പൊ എന്താ ചെയ്യാന്ന് ഒരു പേടിയില്ലല്ലോ. എന്താ അമ്മ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിക്കുന്നേ? ഒന്നുമില്ല മോളെ. പ്രിയ, എന്തോ കരിഞ്ഞു മണക്കുന്നുണ്ടല്ലോ. പോ പോ പോ, പോയി നോക്ക്. ചെല്. അയ്യോ എന്റെ ദൈവമേ. അയ്യോ, വീട്ടിലെ ചുമരിലെ വിജിയുടെ ഫോട്ടോസ് ഒക്കെ ഉണ്ടല്ലോ. അതെങ്ങാനും വിക്രം കണ്ടാലും എല്ലാം മനസ്സിലാക്കൂലേ? അയ്യോ. സമാധാനായി. നിങ്ങൾ ഇവിടെയാണല്ലേ ഇരുന്നത്? അല്ല, ഞങ്ങൾ വേറെ എവിടെയെങ്കിലും ഇരിക്കണമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് ഒന്നുമില്ല. ആ ചെയർ കുറച്ച് ഡാമേജ് ആയതാ. അതിലിരുന്ന താഴെ വീണ് മുറിവ് പറ്റുമല്ലോ, അതുകൊണ്ടാ പറഞ്ഞത്, വേറെ ഒന്നുമല്ല. എന്തു പറ്റി മുത്തശ്ശിക്ക്? ഒരുപാട് സംസാരിക്കുന്നല്ലോ. മോനെ, എന്താ കഴിക്കാൻ വേണ്ടത്? സാരമില്ല, പോട്ടെ, ഒന്നും വേണ്ട. അയ്യോ, കഴിക്കാൻ തരാന്ന് പറഞ്ഞപ്പോ ഒന്നും വേണ്ടെന്ന്.